ദിവ്യ, ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിക്കുകയാണ്. ഇനിയും ആളുകളുണ്ട്. പക്ഷേ സമയം വൈകിയത് കൊണ്ട് പൊതുദർശനം അവസാനിപ്പിക്കുകയാണ്. മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റുകയാണ്. ഇനി മൃതദേഹം പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു. മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റുന്നു, വീടുകളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് പൊതുദർശനത്തിനായി ആരും വരണ്ട എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പരമാവധി ഉള്ള ആളുകളെ ഒഴിവാക്കി മൃതദേഹങ്ങൾ ഫ്രീസറുകളിൽ നിന്ന് മാറ്റുകയാണ്. നേരത്തെ പറഞ്ഞതിലും അരമണിക്കൂർ ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട്. കാരണം ഇനി ഇവരുടെയൊക്കെ വീടുകളിലും ഒരുപക്ഷെ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി കുറച്ച് സമയം അവിടെയും ചിലവഴിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ കൂടുതൽ സമയം വെച്ചാൽ മറ്റു സംസ്കാര ചടങ്ങുകളൊക്കെ വൈകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വേഗം തന്നെ പൊതുദർശനം അവസാനിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഈ പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി പൊതുദർശനം അവസാനിപ്പിച്ചിരിക്കുന്നു. ഓരോ മൃതദേഹങ്ങളായി ഇവിടെ നിന്ന് ആംബുലൻസുകളിൽ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയത് അജിത ടീച്ചറുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. ശരി, ഞാൻ ജംഷീറിലേക്ക് വരാം. എന്തായാലും പൊതുദർശനം അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പേർ അവിടെ ആ സ്കൂൾ കോമ്പൗണ്ടിൽ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവരെയെല്ലാം കാണിച്ചു മാത്രമേ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് നിലവിൽ തീരുമാനിച്ചുള്ള എല്ലാ സമയ ക്രമീകരണങ്ങളെയും അത് തെറ്റിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതോടുകൂടി സംസ്കാര ചടങ്ങുകളും വൈകും. അതുമാത്രമല്ല, ഓരോരുത്തരുടെയും വീടുകളിൽ അവരുടെ ഉറ്റവർ, അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ബന്ധുക്കൾ നിറകണ്ണുകളോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവർ ആ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വേദന കടിച്ചമർത്തിക്കൊണ്ട് മണിക്കൂറുകളായി ഇന്നലെ അപകട വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ വീടുകളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വീട്ടിലും കുറച്ചു നേരം മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ട് പൊതുദർശനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അവരെയൊന്നും നിരാശരാക്കാൻ കഴിയില്ല എന്നത് കണക്കിലെടുത്ത് തന്നെയാണ് ഒരു ഉറച്ച തീരുമാനം അധികൃതർ എടുത്തിരിക്കുന്നത്. 10:30 നേരത്തെ 10 മണിയോടുകൂടി മൃതദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത്. അരമണിക്കൂർ വൈകി. ഇനിയും എല്ലാവരും കണ്ടിട്ട് മാത്രം മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരുപാട് വൈകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം ആളുകളാണ് ഈ അപകട വാർത്തയെ അറിഞ്ഞ അവരുടെ പ്രിയ അധ്യാപകരെ, ജീവനക്കാരെ കാണാനായി ആ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. 100 കണക്കിന് ആളുകൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വളരെ വേഗത്തിൽ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് അവിടെ സ്വീകരിച്ചു വരുന്നത്. ആംബുലൻസുകൾ ഓരോന്നായി അവിടെ മൈതാനത്ത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ മൃതദേഹങ്ങളായി അവിടേക്ക് ഇപ്പോൾ ആംബുലൻസിലേക്ക് ഇപ്പോൾ കയറ്റാനുള്ള നടപടികളാണ്. അതിനുശേഷം ഓരോരുത്തരുടെ വീടുകളിലേക്കായി കൊണ്ടുപോകും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ പൊതുദർശനം പൂർത്തിയാക്കേണ്ടി വന്നിരിക്കുകയാണ്. അത്രയധികം ആളുകൾ അവിടെ കാണാനായി കാത്തിരിപ്പുണ്ട്. എങ്കിലും ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഓരോ മൃതദേഹങ്ങളായി ആംബുലൻസിലേക്ക് മാറ്റുകയാണോ? ഇപ്പോൾ 9 ആംബുലൻസുകളും തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസുകളാണ് ഇവിടെ എത്തിച്ചത്. ആ ആംബുലൻസുകളിൽ തന്നെയാണ് ഇവരെ ഈ സംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായി ആ ആംബുലൻസുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. വൈകാരികമായ യാത്രയ്ക്ക് തന്നെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഈ പാങ് എന്ന നാട് നൽകിയത്. അപാരപ്രദം ജനങ്ങൾ ഒഴുകിയെത്തി പഠിപ്പിച്ചവർ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, അങ്ങനെ വിവിധ ആളുകൾ ഒഴുകിയെത്തിയാണ്. നേരത്തെ മുൻകരുതലുകളൊക്കെ എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആളുകൾ കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ആളുകളെ നിയന്ത്രിക്കാനാകാത്ത വിധമായപ്പോഴാണ് ഈ ക്യൂ പാലിച്ചുകൊണ്ട് കാണുന്നതിന് പകരം കൂട്ടമായി തന്നെ ആളുകൾക്ക് അവസാനം നോക്കി കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ നാട്ടുകാർ എത്തിച്ചേർന്നതിന് പിന്നാലെയാണ് ആളുകൾ കൂട്ടമായി കണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഇനിയും ഒരുപാട് ആളുകൾക്ക് കാണാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് ഒരുപക്ഷെ ആ പൊതുദർശനം നീണ്ടുപോയാൽ അത് സംസ്കാര ചടങ്ങുകളടക്കം ബാധിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ഇവിടെ ഇരിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പൊതുദർശനം പൂർത്തിയാക്കാനായത്. നേരത്തെ ചെയ്ത പ്രകാരം 1 മണിക്കൂറാണെങ്കിൽ അതിലേറെ സമയം പൊതുദർശനം നീണ്ടുപോയി. അതിന് പിന്നാലെയാണ് പെട്ടെന്ന് ഈ വീട്ടുകാരുടെയൊക്കെ തന്നെ ബുദ്ധിമുട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഇടപെടൽ ഉണ്ടായത്. നാട്ടുകാർ പെട്ടെന്ന് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്.